മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാർ അപമാനിച്ചെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. മൻമോഹന്റെ ബന്ധുക്കളെ അപമാനിച്ചെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശക്തമായി പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് BJP. വിവരങ്ങൾ നമിത നാരായണൻ നൽകും. നമിത, ആദ്യം തന്നെ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ എന്തെല്ലാമാണ്? ലിബീഷ്, വളരെയധികം ശക്തമായ ആരോപണങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ BJP അത് കേന്ദ്ര സർക്കാർ അപമാനിച്ചു, കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രധാനമായും ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം. കുടുംബാംഗങ്ങൾക്കായി വെറും 3 കസേരകൾ മാത്രമായിരുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് ഇടപെട്ട് നിർബന്ധം പിടിച്ചപ്പോൾ മാത്രമാണ് കൂടുതൽ കസേരകൾ അനുവദിച്ചതെന്നാണ് ഇപ്പോൾ പവൻ രേഖ പുറത്തിറക്കിയിരിക്കുന്ന ഒരു കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ DD ന്യൂസിന് മാത്രമാണ് സംസ്കാര ചടങ്ങുകളുടെ സംപ്രേഷണം ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ പതാക കൈമാറുമ്പോഴും സല്യൂട്ട് ചെയ്യുമ്പോഴും പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് പോലും അർഹിക്കേണ്ട പരിഗണന ലഭിച്ചില്ല തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഈ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാർ അപമാനിച്ചു എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അമിത്ഷായുടെ വാഹന വ്യൂഹം, സംസ്കാര ചടങ്ങിലെ റാലിയെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഉണ്ടായിരുന്നത്. ഈ DD ന്യൂസിലെ സംപ്രേഷണത്തിൽ കുടുംബാംഗങ്ങളെ കാണിക്കുന്നതിൽ കൂടുതലായും കാണിച്ചിരിക്കുന്നത് അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു വിമർശനങ്ങൾക്ക് ശക്തമായ ഒരു മറുപടി നൽകാൻ തന്നെയാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. BJP അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP വളരെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. നരസിംഹറാവു മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മൃതദേഹം AICCയിൽ പൊതുദർശനത്തിന് വെക്കാൻ പോലും സോണിയാഗാന്ധി അനുവദിച്ചില്ല. അതുപോലെ തന്നെ മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു അനുശോചന യോഗം സംഘടിപ്പിക്കാൻ പോലും AICC ശ്രമിച്ചില്ല തുടങ്ങിയ ശക്തമായ വാദങ്ങൾ ഉയർത്തി തന്നെയാണ് BJP ഇപ്പോൾ ഇതിനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജിയും കോൺഗ്രസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ശർമിഷ്ഠ പറഞ്ഞിരിക്കുന്നത്, ശർമിഷ്ഠയും BJP ഉയർത്തിയ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. AICC ഒരു അനുശോചന യോഗം പോലും, തൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം ഒരു അനുശോചന യോഗം പോലും സംഘടിപ്പിച്ചില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ തന്നെയാണ് ശർമിഷ്ഠ മുഖർജി നടത്തിയിരിക്കുന്നത്. എന്തായാലും മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ വലിയൊരു വാഗ്വാദത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞിരിക്കുന്നത്, മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഇത്തരത്തിൽ വളരെ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും വളരെ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയം കോൺഗ്രസ് നടത്തുകയാണെന്ന വലിയൊരു വിമർശനം തന്നെയാണ് JP നദ്ദയും ഉന്നയിച്ചിരിക്കുന്നത്. ലിബീഷ്, നമിത, ഈ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് തന്നെ വിവാദങ്ങൾ ആരംഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര സ്ഥലത്തോട് ചേർന്ന് തന്നെ സ്മാരകത്തിനുള്ള സ്ഥലം അനുവദിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം ഇപ്പോൾ നിരസിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അക്കാര്യത്തിലൊക്കെ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? നിഗം ബോധ്ഘട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിന് മറ്റൊരു സ്ഥലം അനുവദിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഈ കോൺഗ്രസ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിനൊക്കെ ഇത്തരത്തിൽ ഒരു പ്രത്യേകമായുള്ള സംസ്കാരത്തിനായി പ്രത്യേക സ്ഥലം അനുവദിക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംസ്കാരത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനുള്ള സ്മാരകം നിർമ്മിക്കുന്നതിനും പ്രത്യേകം സ്ഥലം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് കോൺഗ്രസിന്റെ ഈ ഒരു ആവശ്യം അവഗണിച്ചുകൊണ്ട് സംസ്കാരത്തിനായി നിഗം ബോധ്ഘട്ടിൽ സ്ഥലം നൽകുകയും പിന്നീട് അദ്ദേഹത്തിന്റെ സ്മാരകം നിർമ്മിക്കുന്നതിനായി മറ്റൊരു സ്ഥലം നൽകാമെന്നുമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇതിലൊക്കെ ഈ ഒരു കാര്യത്തിലൊക്കെ കോൺഗ്രസിന് വലിയൊരു അനിഷ്ടം തന്നെയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്
ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരത്തിന് ശേഷം ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസിന്റെ അണികളുടെ ഭാഗത്തു നിന്നും നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മൻമോഹൻ സിംഗിനെ അപമാനിച്ചു, മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളിലും ഒക്കെ BJP സർക്കാർ അപമാനിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ പതാക കൈമാറുമ്പോഴും സല്യൂട്ട് ചെയ്യുമ്പോഴും ഒന്നും പ്രധാനമന്ത്രി എഴുന്നേറ്റില്ല, മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല, കുടുംബാംഗങ്ങളെയൊക്കെ സംസ്കാര ചടങ്ങുകളിൽ അവഗണിച്ചു, പൊതുജനത്തെ പോലും ഗേറ്റിന് പുറത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലിബീഷ്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിനെ ചൊല്ലിയുള്ള വിവാദം മുറുകുകയാണ്. കോൺഗ്രസും BJPയും പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നമിത നാരായണൻ.